സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടല്ലോ. ആമേൻ. കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് പിന്നെ ഈ നന്ദി ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. അപ്പച്ചൻ നമ്മെ വിളിച്ച ആ മഹാസ്നേഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാൻ കർത്താവിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശുവേ നന്ദി, സ്തുതി, മഹത്വം, ആരാധന. കർത്താവേ ക്രൂശനായിട്ട് സ്തോത്രം. നന്ദി അപ്പാ, നന്ദി. എല്ലാറ്റിനും നന്ദി കർത്താവേ, എല്ലാറ്റിനും നന്ദി. അപ്പോൾ ചെയ്ത എല്ലാറ്റിനും നന്ദി കർത്താവേ, എല്ലാറ്റിനും നന്ദി, എല്ലാറ്റിനും നന്ദി കർത്താവേ, നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. വലിയ പ്രാണവേദനയിൽ എൻ്റെ യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. വചനം പറയുന്നത് ഗെത്സമനിയുടെ കൽത്തളത്തിനകത്ത് എൻ്റെ യേശു ശിഷ്യന്മാരോട് കൂടെ ആയിരുന്ന സമയത്ത് അവിടെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. കർത്താവിന് സ്തോത്രം. അതിൻ്റെ 40-ാമത്തെ വാക്യം പറയുകയാണ്, ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പിന്നീട് കാണുന്നത് യേശു ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. ഇത് യേശുവിൻ്റെ കൽപ്പനയാണ്. കർത്താവിന് സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. എത്ര നേരം പ്രാർത്ഥിക്കണം? 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ ആമേൻ, വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ പല പ്രാർത്ഥനകളും 1 മിനിറ്റ് പോലും ഇല്ലാത്ത പ്രാർത്ഥനകളാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാവിലെയും ശുശ്രൂഷിച്ച എസക്കിയാവിൻ്റെ പ്രാർത്ഥന 5 വാക്യങ്ങളിൽ ഉള്ള പ്രാർത്ഥനയാണ്. അതിനകത്ത് 4 വാക്യങ്ങളും ദൈവത്തെ സ്തുതിക്കുന്ന വാക്യമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്തെ 4 വാക്യങ്ങളും ദൈവത്തെ സ്തുതിക്കുന്ന വാക്യമാണ്. ഇവിടുത്തെ ആ ലൈറ്റൊന്നും ഇടാമോ? ഇവർക്ക് കാണാൻ പറ്റുമെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. കാണാൻ പറ്റൂല്ലേ? പറ്റൂല്ലേ? സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാവരെയും കാണാം ഒരിടത്ത്. അപ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിന് സ്തോത്രം. ആമേൻ. 5 വാക്യത്തിൽ എസക്കിയ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ, ആ വാക്യത്തിൻ്റെ അവസാനം, ആ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടത് അശൂർ പാളയത്തിനകത്തൊരു ദൂതൻ ഇറങ്ങുന്നതാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. അശൂർ പാളയത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങുന്നത്. നമുക്ക് മലയാളികൾ, നമ്മളെല്ലാവരും ഭയങ്കര വചനത്തിൽ പിടിപാടുള്ള ആൾക്കാരാണ്. ഈ ചർച്ചയിൽ തന്നെ ഈ വാക്യമൊക്കെ ഒത്തിരി ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അവർക്കൊക്കെ ബോറടിക്കും, ഞാൻ പറയത്തില്ല. കർത്താവിന് സ്തോത്രം. ഈ കർത്താവ് നിർബന്ധിച്ചാൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞേക്കും, ഇല്ലെങ്കിൽ പറയത്തില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ എസക്കിയാവിന് ചുറ്റും ശത്രു രാജ്യങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ എസക്കിയാവിനറിയാം തൻ്റെ കയ്യിലുള്ള കോപ്പ് കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. യുദ്ധത്തിന് ആയുധങ്ങൾ ആവശ്യമാണ്, സൈന്യബലം ആവശ്യമാണ്. ഒന്നുമില്ല, തൻ്റെ കയ്യിലൊന്നുമില്ല.
ഇന്ന് രാത്രി ഒന്നുമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ദൂത് മുഴുവൻ ഏറ്റെടുത്തോണം. നല്ല ആമേനൊക്കെ പറഞ്ഞാൽ അന്നേരം കിട്ടും. കർത്താവിന് സ്തോത്രം. എനിക്ക് വേണ്ടിയിട്ട് ആമേൻ ആരും പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് ഒന്നും കിട്ടത്തില്ല. വചനം പറയുമ്പോൾ ചാടി വീണ് ആമേൻ പറഞ്ഞ് വഴി വെട്ടി വീട്ടിൽ കൊണ്ടുപോയിക്കോണം. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ചരിത്രം പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കി അവരങ്ങനെയായിരുന്നു. തിയോളജിയൊക്കെ പറഞ്ഞിരിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ അതേ സീറ്റിൽ അതേപോലെ അവിടെ തന്നെ ഉണ്ടാകും. കർത്താവിന് സ്തോത്രം. തന്നെത്താനെ വഴി വെട്ടിപ്പോകുന്നവൻ, ആമേൻ സ്തോത്രം, അവർ ശിഷ്യന്മാരുടെ വർത്തമാനത്തിനൊന്നും പിന്മാറിപ്പോകത്തില്ല. മിണ്ടാതിരിയിടാന്നൊക്കെ പറയും. കർത്താവിന് സ്തോത്രം. കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞവൻ കാഴ്ചയുള്ളവനായി മടങ്ങിപ്പോയി. ചരിത്രം അറിയാമല്ലോ, അതല്ല നമ്മുടെ വിഷയം കേട്ടോ. കർത്താവിന് സ്തോത്രം. അപ്പോൾ പലരും തടയാൻ നോക്കും, അതിൻ്റെ മധ്യത്തിൽ വഴി വെട്ടിക്കൊണ്ട് പോയിക്കോണം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അപ്പോൾ ആമേൻ പറഞ്ഞ് മുഴുവനും മേടിച്ചോണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ അങ്ങ് മൂടിയപ്പോൾ എസെക്കിയാവിൻ്റെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല. എസെക്കിയാവിന് പോകാനായിട്ടൊരു ഒറ്റ വഴി മുമ്പിലില്ല. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നത് എസെക്കിയാവിനുള്ള ഈ വാറൻ്റ് ഉണ്ടല്ലോ, വാറൻ്റ്, അതായത് നിൻ്റെ ജീവൻ ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് പറയുന്ന ഒരു എഴുത്ത്, അത് ശത്രു സൈന്യം കൊടുത്തുവിട്ടപ്പോൾ ആ എഴുത്തുമായിട്ട് എസെക്കിയാവ് ദൈവസന്നിധിയിലേക്ക് അങ്ങ് ചെന്നിട്ട് അതങ്ങ് നിവർത്തൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുത്തങ്ങ് നിവർത്തി അങ്ങ് വെച്ചു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലൊന്ന് നിവർത്തണം. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത് ഹൃദയത്തെ നിവർത്തുന്ന സ്ഥലത്താണ്. ഹന്നായെക്കുറിച്ച് നമ്മളങ്ങനെ പഠിക്കുന്നുണ്ട്. വചനം പറയുന്നത്, ആമേൻ, അവിടുത്തെ ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, നീ രാവിലെ പുതുവീഞ്ഞൊക്കെ കുടിച്ച് കിൻഡായി അടിച്ച് ഫൂസായിട്ട് വന്നിരിക്കുക. കർത്താവിന് സ്തോത്രം. അല്ല യജമാനനെ, ഞാൻ ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുകയത്രേ ചെയ്തത്. ഐ വാസ് pouring my heart unto the presence of God. ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. കർത്താവിന് സ്തോത്രം. ആ വാക്യം ഒന്ന് വായിക്കും. കർത്താവിന് സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് പ്രശ്നത്തെ അങ്ങ് നിവർത്തി വെച്ചിട്ട് താഴ്ത്തോട്ട് വായിക്കുന്നത്, എസെക്കിയാ രാജാവ് പത്തൊമ്പതിൻ്റെ 14 വായിച്ചാൽ മതി. അത് വിടർത്തി എസെക്കിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്താ പ്രാർത്ഥിച്ചത്? കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി. ഒരു നിമിഷം നിൽക്കണമേ. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ കണ്ടായിരുന്നു? വെറുതെ ആലങ്കാരികമായിട്ട് പറയരുത്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിയാണ്. നീ ഒരുത്തൻ മാത്രം, നീ കെറൂബുകൾക്ക്, നീ ചെറൂബിൻ്റെ മുകളിൽ അധിവസിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവർ, ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാറുണ്ട്? പലപ്പോഴും ആ വിഷയത്തിനകത്ത് നമ്മളങ്ങ് ചെന്ന് ഇടിച്ച് നിന്ന്, കർത്താവെ ഇപ്പം തന്നെ വിടുവിക്കണമേ, അല്ലേ? കർത്താവിന് സ്തോത്രം. ഒരു വലിയ വിഷയത്തിൻ്റെ മുമ്പിൽ എസെക്കിയാ പ്രാർത്ഥിക്കുകയാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും എസെക്കിയാ പറയുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വമാണ്. ആമേൻ. ഒരു വിശ്വാസിയുടെ ഉള്ളം
ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയണം. എൻ്റെ ദൈവം ആരാണെന്ന് എൻ്റെ ഉള്ളത്തിൻ്റെ അകത്ത് നിറഞ്ഞ് കവിയണം. ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. എസെക്കിയാ ഈ പറഞ്ഞതൊന്നും പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ അകത്ത് കിടക്കുന്നത് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് നിവർത്തിയെന്ന്, അല്ലേ? കടലാസ് നിവർത്തിയതുപോലെ ഹൃദയം അങ്ങ് നിവർത്തുകയാണ്. ഐ നോ ഹു യു ആർ. എനിക്കറിയാം നീ ആരാണെന്ന്. നീ ചെറൂബിമിന്റെ മുകളിൽ വസിക്കുന്ന ദൈവമാ. നീ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഒരു വിഷയത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഒന്ന് പിടയ്ക്കുമോ? ഒരു പ്രാർത്ഥന പുറപ്പെട്ടു വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മഹത്വം അങ്ങ് നിറഞ്ഞു തുളുമ്പുമോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചില സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ സ്തുതി അമേൻ അന്യഭാഷ നിൽക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ എപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ ഒക്കെ ഞാൻ പർപ്പസിലി അന്യഭാഷ പറയും, അത് വേറെ കേസ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവദാസ ഭയങ്കര ആത്മാവിലങ്ങ് അമേൻ ചിറകിൽ ധരിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ് ചില ദിവസങ്ങളിൽ. അമേൻ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ എൻ്റെ വായ് ആത്മാവിൽ ഇങ്ങനെ അന്യഭാഷ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ആമേൻ സ്തോത്രം നമ്മുടെ പ്രാർത്ഥന അങ്ങ് എടുക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സ്തുതി അങ്ങ് നിറയട്ടെ. ആരുടെ പ്രാർത്ഥനയുടെ മേലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതെന്നറിയാമോ? അകത്ത് ദൈവത്തിൻ്റെ മഹത്വം നിറയുന്നവൻ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട്, പ്രിയമുള്ള ഒരു നല്ല ഹൃദയം നമുക്കില്ലാതെ, ഒരു 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 ദൈവസന്നിധിയിൽ ഒരു കൃതജ്ഞതയുള്ള നന്ദിയുള്ള ഒരു ഹൃദയമില്ലാതെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കില്ല. എസെക്കിയയുടെ പ്രാർത്ഥന നിങ്ങൾ വായിച്ചോ? താഴത്തോട്ട് വായിച്ചോ. കർത്താവിന് സ്തോത്രം. ചെവി ചായ്ച്ച് കേൾക്കണമേ. അടുത്ത വാക്യം. ആമേൻ. എന്തിനാ ചെവി ചായ്ക്കുന്നത്? അവിടെ പറയുക, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കാൻ ഒരുത്തൻ. കർത്താവേ, എനിക്ക് പറയാനുള്ളത് നിന്റെ മഹത്വത്തെക്കുറിച്ചാണ്, നിന്റെ പേരിനെ കുറിച്ചാണ്. സെന്ന ഹെരീബ് നിന്നെ കുറിച്ച് പറഞ്ഞ വാക്ക് കേൾക്കണമേ എന്നാ പറഞ്ഞേ. എൻ്റെ വാക്കല്ല. എസെക്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ പ്രസക്തിയില്ല. കർത്താവ്, എനിക്ക് പ്രശ്നം നിന്റെ രാജ്യമാണ്, നിന്റെ മഹത്വമാണ്. അവൻ നിന്റെ മഹത്വത്തെ തൊട്ട് കളിക്കുക. ദൈവമേ ഓർക്കണം, ചെവി ചായ്ച്ച് കേൾക്കണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അടുത്ത വാക്യം വായിച്ചോട്ടെ. അശൂർ രാജാവ് അശൂർ രാജാവ് പലയിടത്തും പോയി കളിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും നിന്നെപ്പോലെ സത്യദൈവമായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവരാരും they are not gods. ആരോടാ പറയുന്നത്? ട്രൂ ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് ഒരുത്തൻ നിന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ഒരു വിശ്വാസി. കർത്താവിന് സ്തോത്രം. അവരാരും ദൈവമല്ല. അവരാരും കൈപ്പണിയായിട്ട് നടക്കുന്ന, അവൻ മരവും കല്ലിനെയും ആരാധിക്കുന്നവൻ, അവനെയൊക്കെ എന്തും ചെയ്യാം. പക്ഷേ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെയാ. അടുത്ത വാക്യം. ഇപ്പോഴോ നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, 5 വാക്യത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്ന 5 വാക്യത്തിനകത്ത് 4 വാക്യവും ദൈവത്തെക്കുറിച്ച് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഇങ്ങനെയൊന്ന് കയറി വന്നെങ്കിൽ, കർത്താവേ ഇന്നലെകളിൽ നീ എന്നെ നിർത്തിയില്ലേ? ആമേൻ സ്തോത്രം. ആ പ്രശ്നത്തിൻ്റെ മേൽ നീ ഇടപെട്ടില്ലേ? ആമേൻ. ഒരു പർവ്വത സമാനമായിരുന്ന ഇന്ന പ്രശ്നത്തിൻ്റെ അകത്ത് നീ ഇറങ്ങി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിൽക്കത്തില്ലെന്ന് പറയാൻ എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? കർത്താവിന് സ്തോത്രം.
ദൈവം ഇടപെട്ടതിനെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ നുരഞ്ഞു പൊന്താൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. 5 വാക്യത്തിനകത്ത് എസെക്കിയാ പ്രാർത്ഥിച്ച പ്രാർത്ഥന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, അതൊരു പ്രാർത്ഥന, ഒറ്റ വാക്ക്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ സ്തുതിയാണ്, അല്ലേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഉയരുന്ന സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കർത്താവിന് സ്തോത്രം, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. പ്രാർത്ഥന ഉയരുന്ന സ്ഥലത്ത്, സത്യമായിരിക്കുന്ന ട്രൂ പ്രയർ വെളിപ്പെടുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും, ഏഞ്ചൽ ഇറങ്ങും, മാലാഖ ഇറങ്ങും. ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ഭടൻ എഴുന്നേൽറ്റ് ഇറങ്ങും. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു ഫിക്ഷനാണെന്നാ. പുസ്തകത്തിനകത്ത് ഇങ്ങനെയൊക്കെ കാണും, അതൊക്കെ പണ്ട് അങ്ങനെയൊക്കെ പലതും, അല്ലേ? കർത്താവിന് സ്തോത്രം. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട പലതും ദൂതൻ്റെ പണിയായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ദൂതൻ്റെ പണിയാണ്. അറിയാമോ? ഞായറാഴ്ച ദിവസം 5:30 മണിക്ക് ഈ ഹോൾ എങ്ങനെ കാലിയായി? ഈ ഹോള് മാത്രം ഇത് മാത്രം എങ്ങനെ കാലിയായി? ബ്രദറൻ ചർച്ചിന് ഹോളിന് ആകെ ഒരൊറ്റ സ്ലോട്ട്, ഞായറാഴ്ച ദിവസം 5:30 മണി. ഇത് 3 മണിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? 1:30 മണിയാണെങ്കിൽ എന്ത് ചെയ്തേനെ? 12 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പറയേ, എന്ത് ചെയ്യുമായിരുന്നു? കർത്താവിന് സ്തോത്രം. ഒരു ദൂതൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കുന്ന ദൈവത്തിന്റെ ഒരു ദൂതനുണ്ട് കേട്ടോ. നിന്റെ ചർച്ചിനൊരു ദൂതനുണ്ട് കേട്ടോ. ആമേൻ. നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൂതന്മാരുണ്ടെന്ന് മറന്നു പോകരുത് കേട്ടോ. ശഖമന സിയാറാന്തേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി പാളയമിറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. വചനം പറയുകയാ, എസെക്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ 35-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാ, അന്ന് രാത്രി, ദാറ്റ് വെരി നൈറ്റ്, അതൊന്നുകൂടി ഒന്ന് നിർത്തി, അന്ന് രാത്രി. എന്ത് രാത്രി? നിന്റെ പ്രാർത്ഥന മുകളിലേക്ക് പോയ അന്ന് രാത്രി ഒരു ദൂതൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രാർത്ഥന, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ദൂതൻ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന മാറട്ടെ. പ്രാർത്ഥിച്ചോ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, ചെയിൻ പ്രയർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നിർത്തിവെച്ചു. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം നിറയട്ടെ. ഒരൊറ്റ വാക്ക് മതി, അപ്പാ രക്ഷിക്കണമേ. എസെക്കിയാ പ്രാർത്ഥിച്ചത് 1 മണിക്കൂർ പ്രാർത്ഥനയല്ല. അദ്ദേഹം വേണമെങ്കിൽ 1 മണിക്കൂർ ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷെ പ്രാർത്ഥന, അപ്പാ രക്ഷിക്കണേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിന്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു കുഞ്ഞു പ്രാർത്ഥന മതി. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് പലപ്പോഴും മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. പോരാൻ നേരത്താണെങ്കിലും ഒറ്റ പ്രാർത്ഥന, അപ്പാ കൈവിടല്ലേ. ആമേൻ. സ്തോത്രം. വർഷം കുറേയായി ആ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം ഒരു പിടിയാ. ആമേൻ. ആ ബലത്തിലാ സ്തോത്രം മുഴുവൻ സമയവും ഇവിടെ നിൽക്കുന്നത്. മനോജ് പാസ്റ്ററിന് എന്തുണ്ടായിട്ടാ? ആമേൻ. പാസ്റ്റർ ഭയങ്കര സംഭവമായിരുന്ന ആൾക്കാർ പറയുമായിരിക്കും. കർത്താവിന് സ്തോത്രം. അറിയാത്തവര് 2 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ കഴിഞ്ഞു.
2 മിനിറ്റ് അമ്മ സംസാരിച്ചാൽ മതി. ഇവനാണോ? കർത്താവിന് സ്തോത്രം. ഒന്നുമില്ല, വെറും പടമാ, വെറും പടം. ഇതിൻ്റെ അകത്ത് അവൻ സ്തോത്രം ഹല്ലേലൂയ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഗ്ലോറി ഷെക്കീന. ആമേൻ. നിന്റെ ബലഹീനതയ്ക്കകത്ത് യെശയ്യാ നിവർത്തിയതുപോലെ അങ്ങ് നിവർത്തി വെച്ചിട്ട്, അപ്പാ എനിക്കറിയാം നിന്നെ, നീ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് പറയുന്നൊരു പ്രാർത്ഥന മുകളിലേക്ക് പോയതും അത് എത്തുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു ദൂതൻ താഴ്ത്തോട്ട്. അന്നു രാത്രി വായിച്ചു ദൈവാസനെ, ബാക്കി വായിച്ചോ. അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിനകത്ത് 1,85,000 പേരെ കൊന്നു. 1,85,000 വ്യൂസൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മുടെ അവസ്ഥ മാറും അല്ലേ? കർത്താവിന് സ്തോത്രം. നമ്മുടെ അവസ്ഥ മാറും. അപ്പോൾ അവനെ നേരിട്ട് കൈകാര്യം ചെയ്തവൻ എന്തോ വലിപ്പമുള്ളവനാ. പ്രിയമുള്ളവരെ, അവൻ്റെ പേര് പോലും എഴുതിയിട്ടില്ല. ഒരു സാധാരണ ദൂതൻ്റെ ആമേൻ സ്തോത്രം കൈയുടെ വേലയാണ് നമ്മൾ വായിച്ചു കേട്ടെ. ഒരു കൊച്ചു ദൂതൻ, പേരൊന്നും വലിയ ആമേൻ സ്തോത്രം പേരൊന്നും ഇല്ലാത്ത ദൂതൻ. ആ ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയപ്പോൾ 1,85,000 പേര് ഒറ്റ ദിവസം കൊണ്ട് ഫ്ലാറ്റായി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇതിനകത്ത് എസക്കിയാമാരുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? ഇതിൻ്റെ അകത്ത് വിശ്വാസികളുണ്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? പ്രിയമുള്ളവരെ, നമ്മൾ വെറും നിസാര ആൾക്കാരല്ല കേട്ടോ. ആമേൻ. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നിസാരമല്ല. ആമേൻ സ്തോത്രം. ദൂതന്മാരെന്ന് പറയുന്നത് നമ്മുടെ ആമേൻ സ്തോത്രം വായിച്ചാട്ടെ. ആമേൻ 1:13 എബ്രായ ലേഖനം 1:14. ആമേൻ പെട്ടെന്ന്. ആമേൻ 13 വായിച്ചോ. ചെയ്തിട്ടുണ്ടോ? ആമേൻ. ദൂതന്മാരെ കുറിച്ച് പറയുക. ദൂതന്മാർ അവരൊക്കെയും രക്ഷ പ്രാപിക്കാൻ ദേ ഇരിക്കുന്ന ആമേൻ സ്തോത്രം ദേ ഇരിക്കുന്ന ഈ ചർച്ചിനകത്തിരിക്കുന്ന ആൾക്കാരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവകാത്മാക്കളാ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ആമേൻ വെളിപ്പാടിൻ്റെ 22:8-9 തോന്നുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. ആമേൻ സ്തോത്രം. യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. വലിയ ആമേൻ സ്തോത്രം മർമ്മങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുകയാ, യോഹന്നാൻ ഇത് കേട്ടിട്ട് അവൻ്റെ കാൽക്കലോട്ട് അങ്ങ് വീണു. പ്രിയമുള്ളവരെ, കാൽക്കൽ വീണാൽ എന്താ കുഴപ്പം? എന്നാ കാര്യമായി ചെയ്തു കൂട്ടുന്നത്? ദൂതൻ ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? 1,85,000 പേരെ വെട്ടി നിൽക്കുന്ന ഒരുത്തനെ നമ്മൾ എങ്ങനെ നിൽക്കും അവൻ്റെ അടുക്കൽ അല്ലേ? കർത്താവിന് സ്തോത്രം. ഒന്ന് തലകൊമ്പിട്ട് ഇവനെങ്ങാനും ഒരു ദേഷ്യം തോന്നിയാ തീർന്നു അല്ലേ? കർത്താവിന് സ്തോത്രം. ആമേൻ. ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ബഹുമാനം അല്ലേ? കർത്താവിന് സ്തോത്രം. എന്താ പറഞ്ഞെന്നറിയാമോ? യോഹന്നാനോട് വരാനിരിക്കുന്നതും വന്നതും ആമേൻ സ്തോത്രം ഇനി ആണ്ടുകൾ കഴിഞ്ഞ് സംഭവിക്കാനിരിക്കുന്നതും അവസാനത്തെ കാര്യവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും മില്ലേനിയൽ കിങ്ഡവും എല്ലാം പുതിയ രാജ്യവും പുത്തൻ യെരൂശലേമും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിൽക്കുന്ന ആമേൻ ദൂതന്റെ മുന്നിലേക്ക് നെടുപ്പാട് വീണ യോഹന്നാനോട് ആമേൻ ദൂതൻ പറയുക, എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്ന സകലതിന്റെയും സഹവൃത്യന. I am your servant. ആമേൻ. യോഹന്നാനെ, നീ എന്ത് വിചാരിച്ചിട്ടാ എന്റെ കാലിലോട്ട് വീഴുന്നത്? ഞാൻ വെറും ഹെൽപ്പറാണേ. കർത്താവിന് സ്തോത്രം. ദൂതൻ നമ്മുടെ സഹായത്തിനുള്ളവനാണെന്ന്.
ഇന്ന് രാത്രി എത്ര പേർക്ക് ഒന്ന് ധൈര്യം വരുന്നുണ്ട് ദൈവസന്നിധിയിൽ? ഒരു സ്ഥലത്തും നീ അന്യനല്ല, നീ ഒറ്റപ്പെട്ടു പോകത്തില്ല. നിന്നെ ശുശ്രൂഷിക്കാൻ ദൂതന്മാർ ലിറ്ററലി ദൂതന്മാരിറങ്ങും. പലയിടത്തും നീ രക്ഷപ്പെട്ടത് നിന്റെ മിടുക്കൊണ്ടല്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പെട്ടെന്ന് ഒന്ന് സൂചിപ്പിച്ചു പോയേക്കാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത് ഷെയ്ഖ് സായിദ് റോഡിലാണ്. കർത്താവിന് സ്തോത്രം. രാത്രി ഉറങ്ങിപ്പോയി ഞാൻ കൊണ്ട് ഇടിച്ച വണ്ടി തകർന്ന് കിടക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോയെന്ന്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഓർമ്മയൊക്കെ തിരിച്ചു വന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. വണ്ടി അനക്കാനുള്ള ധൈര്യമില്ല, കാരണം ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുക ശരീരം. പുറത്തിറങ്ങി സ്തോത്രം, ഒരു വിധത്തിൽ പുറത്തിറങ്ങി വണ്ടി അവിടെ തന്നെ കിടക്കുക, അനക്കാൻ ശക്തിയില്ല. കർത്താവിന് സ്തോത്രം. കയ്യും കാലും അനങ്ങത്തില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇടിച്ച വണ്ടി തകർന്ന് കിടപ്പുണ്ട്. ഞാനിരിക്കുന്ന വണ്ടിക്കകത്ത് ഒരു പോറൽ പോലുമില്ല. കർത്താവിന് സ്തോത്രം. വേണമെങ്കിൽ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഭാഗ്യത്തിന്, നമ്മുടെ വാക്കാണല്ലോ, ഭാഗ്യത്തിന്. ഞാൻ അവിടെ ചെന്നതും എൻ്റെ ഭാഗ്യത്തിന്. ആമേൻ. നീ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ദൂതൻ മണിക്കൂറുകൾ പണിയെടുത്തിട്ടാ നിനക്ക് പലതും ഉണ്ടാക്കി തന്നേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പലതിൻ്റെയും മുന്നിൽ വഴികൾ തുറന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ദൈവാനുഗ്രഹത്തിന്. എടാ, ദൈവം നിനക്ക് വേണ്ടി ദൂതനെ വെച്ച് ശരിയാക്കിയതാ. നമ്മൾ ഈ UAE വന്നത് ചുമ്മാ അങ്ങ് വന്നതാണെന്ന് വിചാരിച്ചേ. നമുക്ക് ജോലി കിട്ടി നമ്മുടെ വെടിക്കൊണ്ടാണെന്ന് വിചാരിച്ചേ. ഈ ജോലി കളഞ്ഞിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്യുക, അപ്പം അറിയാം. കർത്താവിന് സ്തോത്രം. ആമേൻ. നിന്നെ വിളിച്ച ദൈവം, ആമേൻ, സ്തോത്രം, അതിനു വേണ്ടി ആമേൻ പിന്നാമ്പുറങ്ങളിൽ കാര്യങ്ങളെ ചെയ്തു കൂട്ടും. പ്രാർത്ഥന മുകളിലേക്ക് ഉയരുന്നപ്പോൾ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് ഒരു ദൂതൻ. നമ്മളൊരു കോവണിയെക്കുറിച്ച് വായിക്കുന്നുണ്ടല്ലേ? കോവണി. കർത്താവിന് സ്തോത്രം. നല്ലൊരു വേദഭാഗമാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു വേദഭാഗമാണ്. വായിച്ചോ. ജനസിസ് ചാപ്റ്റർ 20. കർത്താവിന് സ്തോത്രം. 28. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28 വേഴ്സ് 12. ആമേൻ. ആ 10 മുതലൊന്ന് വായിച്ചാണ് ദൈവാസനെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആമേൻ. ആ ആ ആ ആ ആമേൻ. കർത്താവിന് സ്തോത്രം. മതി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ. ആമേൻ, സ്തോത്രം. യാക്കോബ്, ആമേൻ, സ്തോത്രം, തലയണയായിട്ട് കല്ലെടുത്ത് വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു നല്ല ഉറക്കമൊന്നുമല്ല, അല്ലേ? ആമേൻ, സ്തോത്രം. നമ്മുടെ മെമ്മറി ഫോമിൻ്റെ തലയണയൊന്നുമല്ല, കല്ലാണ് എടുത്ത് വച്ചിരിക്കുന്നത്. പക്ഷേ അന്നേരം ഒരു സ്വപ്നം കാണുകയാണ്. അത് സ്വപ്നമൊന്നും അല്ലെന്ന് പിന്നീട് ഉറക്കം എഴുന്നേഴുന്നപ്പോൾ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു ഇവിടെ ദൈവമുണ്ടെന്ന്. ആമേൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു കോവണി ഞാൻ കണ്ടു. ആ കോവണിക്കകത്തോട്ട് മുകളിലേക്ക് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എന്താ ദൂതൻ കയറുകയും ഇറങ്ങുകയും? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ആമേൻ, സ്തോത്രം, ആ അധ്യായം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സ്തോത്രം വചനം പറയുന്നത്, ആമേൻ, ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലം ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്നാ. കർത്താവിന് സ്തോത്രം. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ
ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു ജയിച്ചവൻ. അതാ യാക്കോബ് അല്ലേ? അതുകൊണ്ടാ ഇസ്രായേൽ എന്ന പേര് വന്നേ. ഈ യാക്കോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തോട് മല്ലുപിടിക്കുന്നവരാ. എന്താ ദൈവത്തോട് മല്ലുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അത് ലിറ്ററലി അങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിലും ദൈവത്തോട് മല്ലുപിടിക്കുക എന്ന് പറഞ്ഞ പ്രാർത്ഥന തന്നെയാണ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ മനുഷ്യനാ പറഞ്ഞത്, ഒരു കൊവണി ഞാൻ കണ്ടു, ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആമേൻ. ദൂതൻ വരികയും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? കർത്താവിന്റെ സ്തോത്രം. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ഒരു ദൂതൻ താഴത്തോട്ട് ഇറങ്ങും. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. നിന്റെ പ്രാർത്ഥനയാ കോവണി. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ പ്രിയമുള്ളവരെ. ദൈവത്തോടുള്ള മഹത്വം കൊണ്ട്, ദൈവത്തോടുള്ള സാന്നിധ്യം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങ് പിടിക്കപ്പെടട്ടെ. എവിടെ പ്രാർത്ഥന മുകളിലോട്ട് പോയോ അവിടെ ദൂതൻ താഴ്ത്തോട്ട് ഇറങ്ങും. അവൻ ദൈവത്തോട് മല്ല് പിടിച്ചവൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന മുകളിലോട്ട് പോയപ്പോ അവൻ ദൈവസന്നിധിയിൽ നിന്ന് കോവണി കാണുകയാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ട്, മഹിമ കണ്ട സാക്ഷി. ആമേൻ. കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഉറപ്പിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന്, എൻ്റെ അപ്പന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാൻ യാക്കോബിന് സാധിക്കും. ആ പ്രാർത്ഥനയാണ് യാക്കോബിൻ്റെ പ്രാർത്ഥന. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിൻ്റെ മഹത്വം കണ്ട പ്രാർത്ഥന. യാക്കോബിൻ്റെ പ്രാർത്ഥന എൻ്റെ അപ്പച്ചന് ചെയ്ത, എൻ്റെ അബ്രഹാം അപ്പച്ചന് ചെയ്ത ദൈവമാ നീ. ആമേൻ. കർത്താവിന് സ്തോത്രം. എൻ്റെ അപ്പച്ചനെ വിളിച്ചിറക്കിയിട്ട് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടതാ. ആ അപ്പച്ചൻ്റെ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അപ്പനെ ഞാൻ കണ്ടതാ. എൻ്റെ അപ്പന് വേണ്ടി അവൻ ഒന്നുമില്ലാത്ത എടുത്ത് ശ്യാമകാലത്തും 100 മേനി കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. നീ ആരാണെന്ന് എനിക്കറിയാം. ഐ നോ ഹു യു ആർ. ദൈവത്തിൻ്റെ മഹത്വം അറിയുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. നീ അല്ലാതെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങാൻ പോവുക. ഒരു കോവണി നിനക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ആകട്ടെ നിന്റെ ഫ്ലാറ്റിൻ്റെ അകത്ത്. അവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു കാര്യമാ, എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യമാ. നിന്റെ ചർച്ചിൻ്റെ അകത്ത്, അവൻ നിന്റെ ഫ്ലാറ്റിൻ്റെ അകത്ത് നിലനിൽക്കുന്നൊരു കോണി എസ്റ്റാബ്ലിഷ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോണി. ആമേൻ. പിശാചിന് തൊടാൻ പറ്റാത്ത പ്രാർത്ഥനാ ജീവിതം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, എന്റെ ദൈവം എനിക്ക് മതിയായവൻ എന്ന് വിളിച്ചു പറയുന്ന, ഹൃദയം നിറഞ്ഞ് കവിയുന്ന പ്രാർത്ഥന. സഹോദരി, നിന്റെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല. സഹോദര, നിന്റെ കരങ്ങളുടെ പ്രവൃത്തി നഷ്ടപ്പെട്ടു പോകത്തില്ല. അവൻ നിന്നെ വിളിച്ച ഉണ്മയുള്ള ദൈവമാ. ഉറപ്പ് വരുത്തിയാട്ടെ ഒരു കോവണി എസ്റ്റാബ്ലിഷ് ആകട്ടെ. അവൻ ഇന്നു രാത്രി മുതൽ അവൻ സോദരൻ ഹാരതിയെ വിളിച്ചു പറയാൻ തുടങ്ങിയാട്ടെ, ഇത് ദൈവമുള്ള സ്ഥലമാ. പ്രിയമുള്ളവരെ, നമ്മൾ വീടിന് പേരിടും ബഥേൽ. എന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം പോയിട്ട് ഒരു വാക്യം പോലും കാണത്തില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. അകത്ത് കയറുമ്പോൾ അനുഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, പാട്ടൊക്കെ ഒന്ന് വെക്കണം കേട്ടോ. ആരാധനയുടെ പാട്ടൊക്കെ അങ്ങ് രാവിലെ മുതൽ വെക്കണം. കർത്താവിന് സ്തോത്രം. അതൊന്നും ഇഷ്ടമില്ലാത്തവർ കാണും, എനിക്കറിയാം. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ഒന്നും അല്ലല്ലോ. മാറട്ടെ.
സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഒരു കോവണി എസ്റ്റാബ്ലിഷ് ആകട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഒരു ഉറപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഒരു കോവണി സെറ്റായിക്കൊണ്ടിരിക്കുക, ഒരു ലാഡർ സെറ്റായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചേ സ്വർഗത്തിൽ നിന്ന് യേശു അപ്പച്ചൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവമേ, ആരെങ്കിലും ഒരു കോണി ഇട്ട് തരുന്നുണ്ടോ? ദൂതൻ ഇറങ്ങാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരു കോവണി നീ വെച്ചു കൊടുത്താൽ അവൻ സ്വതന്ത്രം അതിനകത്ത് ഇറങ്ങാനൊരു ദൂതൻ അവിടെ അവൻ സ്വതന്ത്രം റെഡിയാക്കി വെച്ചിരിക്കുക. നിന്റെ വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം. ആമേൻ. സത്യത്തിൽ അതായിരുന്നു കുറിവാക്യം. ഏണിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അതിനകത്തോട്ട് അങ്ങ് പോയതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിനകത്ത് യാക്കോബിനെ പിടിച്ച് അകത്തിട്ടു. യാക്കോബിന്റെ തല വെട്ടി. ആമേൻ സ്തോത്രം. ജനം മുഴുവൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യ ഭയങ്കര പ്രശ്നത്തിലാണ്, ഇനി അവിടെ സുവിശേഷം വരെ നടക്കത്തില്ല. അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്റെ തല വെട്ടി. അവൻ അടുത്ത ന്യൂസ് വാട്സാപ്പിൽ ഇറങ്ങി. എന്താ? പത്രോസിനെ പിടിച്ചു. അവൻ ജനം കരയാൻ പോവുക. US വരെ ന്യൂസ് എത്തി, എല്ലായിടത്തും എത്തി. കർത്താവിൻ സഹോദരൻ വചനം പറയുകയാ. കർത്താവിൻ സഹോദരൻ എന്ന പത്രോസ് അകത്ത് വന്നപ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്നത് 7-ാമത്തെ വാക്യം. വായിച്ചോ. ഇങ്ങനെ പത്രോസിനെ തടവിലാക്കിയപ്പോ ഒരു കോവണി, ഒന്ന് പറഞ്ഞ ഒരു കോവണി അങ്ങ് വെച്ചു കൊടുത്തു. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥന അങ്ങ് മുകളിലേക്ക് കയറുകയാ. എങ്ങനെയാ പ്രാർത്ഥിച്ചേ? സ്വബശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു വന്നു. ഒരു നിമിഷം നിൽക്കണേ, എനിക്ക് അവിടുന്ന് പോകാൻ സമയമായിട്ടില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിന് സ്തോത്രം പറയുക. ശ്രദ്ധ വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കുടുംബങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം, പ്ലീസ്. ആമേൻ. അപ്പനും അമ്മയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മക്കളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മക്കൾ പ്ലീസ്, ഇതുവരെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെ പോയ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ മക്കൾ? ആമേൻ പറയട്ടെ. അവർക്കാണെങ്കിൽ ഇംഗ്ലീഷും അല്ലാതെ വേറെ ഒന്നും അറിയത്തുമില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി പിന്നീട്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഞാൻ എപ്പോൾ ചോദിച്ചാലും മലയാളം, ഇറ്റ്സ് മലയാളം ചർച്ച്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവദാസൻ പറഞ്ഞതായിട്ട് കണക്കാക്കല്ലേ പ്ലീസ്. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് കൂട്ടിക്കോണം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ച് ശ്രദ്ധ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. മക്കൾ ചിലപ്പോൾ ദൂരത്തൊക്കെ ആയിരിക്കും, പ്രാർത്ഥിച്ചാട്ടെ. ഒരു പക്ഷേ നിനക്ക് കൈ തരാത്ത ജീവിത പങ്കാളിയായിരിക്കും, സാരമില്ല. വിശ്വാസത്തോടെ കരം പിടിച്ച് പ്രാർത്ഥിച്ചോ. ഇന്നൊരു രാത്രി ഒരു ദൂതൻ ഇറങ്ങും. എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. ആമേൻ സ്തോത്രം. നിന്റെ ഏത് പ്രശ്നത്തിനും എൻ്റെ ദൈവം മതിയായവനാ. ആമേൻ. കർത്താവ് സ്തോത്രം. ഒരിക്കലും ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റേ, അവരെ ചർച്ചിനകത്ത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റത്തില്ല, അവരുടെ വിഷയം അത്രയ്ക്ക് പ്രശ്നമാണ്. ഞാൻ അവൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, എടാ, അങ്ങനത്തെ അവരെയാ ചർച്ചിനകത്ത് കൊണ്ടുവരണ്ടേ. നിനക്കും എനിക്കും ആ പ്രശ്നത്തിന് മറുപടി കാണത്തില്ല, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ ആ പ്രശ്നത്തിന് മറുപടി ഉണ്ട്. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിക്കുന്ന സകലത്തിന് വേണ്ടിയും എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങാൻ പോവുക. പ്രിയമുള്ളവരെ, വിശ്വസിക്കണം കേട്ടോ. എന്നെ കുറച്ച് കാണരുത്. നിങ്ങളുടെ ദൈവദാസൻ അത്ര കൂടിയവനൊന്നും അല്ല, പക്ഷേ ആമേൻ സ്തോത്രം, ഭയങ്കര സംഭവമൊന്നും അല്ല. പക്ഷേ ഈ വാക്ക് വിട്ടുകളയല്ലേ, മുറുകെ പിടിച്ചോ, ഒരു കോവണി വെച്ചോ. ആമേൻ സ്തോത്രം. കോവണിയിലൂടെ ആമേൻ സ്തോത്ര പ്രാർത്ഥന അങ്ങ് കയറ്റി വിട്ടോ. നീയും നിന്റെ ആമേൻ സ്തോത്ര ജീവിത പങ്കാളിയും നിന്റെ കുഞ്ഞുങ്ങളും ഒക്കെ കൂടി ആമേൻ സ്തോത്ര കരം ചേർത്ത് പിടിച്ച് ആമേൻ പ്രാർത്ഥന അങ്ങ് കയറുമ്പോഴുണ്ടല്ലോ, ആമേൻ സ്തോത്രം, അവിടെ നിന്നൊരു ദൂതൻ, ഹല്ലേലൂയ, നിന്റെ കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് ഒരു ദൂതൻ ഇറങ്ങിയ. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന്? ആമേൻ സ്തോത്രം. ദൂതൻ ഇറങ്ങിയത് മുതലൊന്ന് വായിച്ചേ.
പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. കർത്താവിന് സ്തോത്രം. എപ്പോഴാ ശ്രദ്ധയോടുകൂടി ഒരു പ്രാർത്ഥന, ഒരു കോണി അങ്ങ് സെറ്റായതും അവൻ സ്തോത്രം പെട്ടെന്ന് അശൂർ പാളയത്തിനകത്ത് 1,85,000 നോക്കിക്കൊണ്ട് ദൈവദാസൻ കുറേ നാളായി ഇവിടെ ഇരുന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം തുടങ്ങിയിട്ടല്ലേ. എസെക്കിയാ അവിടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവസന്നിധിയിൽ നിവർത്തിയതും കോമഡി എസ്റ്റാബ്ലിഷ് ആയതും അവൻ 5 വാക്യത്തിലെ 4 വാക്യത്തിലെ പ്രൈസും 1 വാക്യത്തിലെ കൊച്ചു പ്രാർത്ഥനയും ആമേൻ. അന്ന് രാത്രി ദാറ്റ് വെരി നൈറ്റ് അശൂർ പാളയത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങുകയാ. എന്റെ പ്രശ്നത്തിനകത്ത് വർഷങ്ങൾ കൊണ്ട് വിടുതൽ കാണത്തില്ല, ഇന്ന് കാണും. 16 ആമേൻ കേട്ടു. കർത്താവിന് സ്തോത്രം. ആ 16 എണ്ണത്തിന്റെ ജീവിതത്തിൽ ആമേൻ ദൂതൻ ഇറങ്ങി. വേണമെങ്കിൽ ദൂതൻ ആമേൻ പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ആമേൻ ഏണി അങ്ങ് എസ്റ്റാബ്ലിഷ് ആകട്ടെ. കർത്താവിന് സ്തോത്രം. ഒരു ലാഡർ അങ്ങ് വെച്ച് പിടിപ്പിച്ചു. അവൻ ദൈവദാസ എന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. ആര് പറഞ്ഞു? ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങും. വചനം പറയുക, അന്ന് രാത്രി അന്നേരം ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവർ പത്രോസിന്റെ വിലാപ്പുറത്ത് എന്നിട്ട് തട്ടിയിട്ട് വേഗം എഴുന്നേക്കുക എന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ചിട്ട് അവനെ ഉണർത്തി. വായിച്ചോ. ഉടനെ, അതൊന്നും ഉടനെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ ഉടനെയൊക്കെ പറയാൻ പറ്റിയ വീരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഉടനെ, ക്ഷണത്തിൽ, ആമേൻ, within no time, കർത്താവിന് സ്തോത്രം, ദൂതൻ ഇറങ്ങുകയാ. വചനം പറയുകയാ, ഉടനെ അവന്റെ ചങ്ങല കൈവേൽ നിന്ന് ചാടി വീണു. കർത്താവിന് സ്തോത്രം. ആമേൻ. ഞാൻ തമിഴ് ചർച്ചിൽ നമ്മളെ സഹോദരനുമായിട്ട് ശുശ്രൂഷിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ ഇന്നപ്പോൾ തോന്നിയ ഒരു ചിന്തയാ. ഞാനും പെണ്ണിയും കൂടി പത്രോസിനെ വിടുവിക്കാൻ വേണ്ടി ആ കാരാഗ്രഹത്തിൽ ഇറങ്ങിയെന്ന് വിചാരിക്കും. ദൂതന് പറ്റിയില്ല. ഞങ്ങൾ അങ്ങനെ രാത്രി 2 പേരും കൂടി പോയി. അന്ന് പ്രസംഗിച്ചൊരു കാര്യം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം കാരാഗ്രഹത്തിൻ്റെ അകത്ത് ചെന്നു. പത്രോസിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ 2 പേരും കൂടി നോക്കുമ്പോൾ ഉണ്ട് കാരിയിരുമ്പിൻ്റെ ചങ്ങല. ഞാൻ ബെന്നിയോട് പറഞ്ഞു, ബെന്നി ഇത് നടപടിയാവുമെന്ന് തോന്നുന്നില്ല, നമ്മളെ കൊണ്ട് നടക്കത്തില്ല അല്ലേ, എന്നാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാനും ബെന്നിയും കൂടി അങ്ങോട്ടും കൂടി ഒന്ന് വലിച്ചു നോക്കി, അടിച്ചു നോക്കി, ചതച്ചു നോക്കി, ചെയ്യാവുന്ന കടിച്ചു പറിച്ചെല്ലാം നോക്കി, ഒന്നും നടന്നില്ല അല്ലേ. കർത്താവിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് എത്ര നാളായി സഹോദരൻ ഈ ചങ്ങലയും കൊണ്ട് നടക്കുന്നേ? നിന്നെ കൊണ്ട് നടക്കത്തില്ല. വചനം പറയുക, ഉടനെ ദൂതം വെളിപ്പെട്ടപ്പോൾ ഉടനെ ആ ചങ്ങല വീണുപോയി. പത്രോസിന് പറയണമെന്നുണ്ട്, ഞാൻ എങ്ങനെ എഴുന്നേക്കാൻ പറഞ്ഞ് എന്റെ മുഴുവൻ ചങ്ങലയിലിട്ടേക്കല്ലേ. കർത്താവിൻ സഹോദരൻ, അത് പറയണതിന് മുമ്പ് ചങ്ങല വീണു. ഇല്ലെങ്കിൽ നെഗറ്റീവ് പറയുമെന്ന് ദൂതൻ അറിയാം. ഇവനൊരു അവസരം കൊടുത്തു പോയാൽ നെഗറ്റീവ് പറയും അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ. കർത്താവിൻ സഹോദരൻ, നമുക്കൊരു അവസരം കിട്ടിയാൽ നമ്മൾ ഇന്ന് കത്തി നിൽക്കും. തിങ്കളാഴ്ച കാരണം പാസ്റ്ററെ അവൻ സഹോദരൻ 4 പേര് താങ്ങിയാ നടക്കുന്നത്. ദൈവദാസ പോട്ട് സാരമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചങ്ങലയും കൊണ്ട് നടക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ വെളിപ്പെട്ട് അന്നേരം പത്രോസ് പറയാൻ വാ തുറന്നതും ചങ്ങല താഴെ വീഴുന്നതാ കാണുന്നത്. സ്തോത്രം. ഉടനെ ചങ്ങല താഴെ വീണു. വായിച്ചോ. ദൂതൻ അവനോട് അരകെട്ടിച്ച് അമേൻ ചെരിപ്പിട്ട് മുഴുക്കുക. അമേൻ. കർത്താവിന് സ്തോത്രം. അര കെട്ടി ചെരിപ്പിടുക. എന്താ അര? ബെൽറ്റാ. എന്താ ബെൽറ്റ്? എഫേസ്യ ലേഖനം പറയുക സത്യത്തിന്റെ ബെൽറ്റ്. എന്താ സത്യം? യേശു. പത്രോസിനെ തിരികെ കൊണ്ടുവരുന്നത് പത്രോസിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. പത്രോസിന്റെ മേലൊരു ദൗത്യം കിടക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ. കർത്താവിന് സ്തോത്രം. ദൂതന് നിർബന്ധമാ പത്രോസിനെ കൊണ്ടുവരുന്നു. കാരണം എന്താ? കർത്താവ് പറഞ്ഞു വിട്ടേക്ക, പത്രോസ് ഷുഡ് ബി ബാക്ക്.
പത്രോസ് തിരിച്ച് പൊസിഷനിൽ വന്നോണം ദൂതനോട് പറഞ്ഞിരിക്കുക. ആ ദൂതന്റെ പേര് നമുക്കറിയാൻ പാടില്ല. യേശു അവനോട് പറഞ്ഞിരിക്കുക, ദൂത, ആമേൻ സ്തോത്രം, നിന്റെ പേര് ഞാൻ വിട്ടും, ആമേൻ, അവൻ പുറത്തിറങ്ങിക്കോണം, ആമേൻ, സ്പോട്ടിൽ ഉണ്ടായിക്കോണം. അടുത്ത ക്രൂസൈഡിന് അവനെ വെച്ചാൽ ഞാൻ പ്രസംഗിക്കാം, ആമേൻ, അത്ഭുതം കാണിക്കാൻ പോകുന്നേ. ആമേൻ, അവനെ കൊണ്ട് ഞാൻ അത്ഭുതം ചെയ്യിക്കാൻ പോകുക. പള്ളിയുടെ വാതിക്കൽ ഒരു മുടന്തനിരിക്കുക. ആമേൻ, അവനെ കൊണ്ട് ഉറ്റു നോക്കിച്ചിട്ട് വേണം അവനെ ചാടി എഴുന്നേൽപ്പിക്കാൻ. ഓ, ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പത്രോസ് പറയുക, എന്നെ കൊണ്ട് പറ്റത്തില്ല. ആമേൻ, ദൈവം പറയുക, ആമേൻ സ്തോത്രം, നീ നോക്കി ഒരു മുടന്തൻ എഴുന്നേക്കാൻ വേണ്ടി അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പത്രോസിന് കാരാഗ്രഹവും, ആമേൻ ആമേൻ, നമ്മൾ അങ്ങനെ കംപ്ലാസൻ, മലയാളത്തിൽ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയത്തില്ല. ആമേൻ, ആ ഉള്ള സാഹചര്യമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. കുളക്കടവിലെ, ആമേൻ സ്തോത്രം, രോഗി, അവൻ കംഫർട്ടബിളാ. അവനോട് ചോദിച്ചാൽ പറയും, ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഓക്കെ. ആമേൻ, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ആമേൻ, ഒരു രക്ഷപ്പെടണ്ടേ? വേണം. കർത്താവിന് സ്തോത്രം, വേണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി, ആമേൻ സ്തോത്രം, ഈ കുളക്കടവിലെ പരിപാടി നിർത്തണം. കർത്താവിന് സ്തോത്രം, ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങും. ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് അവൻ ഇടപെടും. ദൈവത്തിന്റെ വചനം പറയുക, കൈമേൽ നിന്ന് ചങ്ങല താഴെ വീണു. ആമേൻ സ്തോത്രം. അടുത്ത വാക്യത്തിൽ പറയുക, പ്രാർത്ഥിച്ച, ആമേൻ, വായിച്ചോട്ടെ ദൈവാസനെ. ആമേൻ സ്തോത്രം. അവൻ ആരെ കെട്ടി? ആമേൻ സ്തോത്രം, ചെരിപ്പിട്ടു. ചെരിപ്പെന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ, അവൻ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കത്തിന്റെ പാദരക്ഷ ഇടിപ്പിച്ച്, അവൻ നിന്നെ എനിക്ക് വേണപ്പെടാ, നിന്റെ മേൽ ഞാൻ ഒരു ദൗത്യം വെച്ചിരിക്കുക. ആമേൻ സ്തോത്രം, നിന്റെ മേൽ ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ തീരത്തില്ല. ആമേൻ. പത്രോസേ, നീ തീരത്തില്ല. അയ്യോ, ഞാൻ കാരാഗ്രഹത്തിൽ. നീ തീരത്തില്ല. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യത്തിൽ പറയുക, അവൻ പിന്നാലെ ചെന്നു. ആമേൻ. ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞ് പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇരുമ്പിന്റെ വാതിലും എത്തി. സ്വതവേ എന്ന് പറഞ്ഞ തന്നെത്താനെ, ഓപ്പൺ ബൈ ഇറ്റ്സെൽഫ്. ആമേൻ. കർത്താവിന് സ്തോത്രം. അതങ്ങ് തന്നെത്താനെ അങ്ങ് തുറന്നു ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രി നിന്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ, നിനക്കൊരു സുവിശേഷത്തിന്റെ ആത്മാവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലേ, നീ യേശുവിന്റെ ആണെങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, യേശുവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, പെട്ടവളാണെങ്കിൽ, നിന്റെ സഹവൃത്യന, ആമേൻ സ്തോത്രം, നിന്നെ സേവിക്കാനുള്ള സേവകാത്മാവിന്റെ കാര്യം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ. ദൂതൻ നടക്കുകയാ. ദൂതന്റെ മുമ്പിൽ ഓട്ടോമേറ്റഡ് സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ആകുന്നത് പോലെ ഇരുമ്പിന്റെ പാളിയുള്ള വാതിൽ തുറന്നെന്ന് തന്നെത്താനെ. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡോറ് പത്രോസിന്റെ മുമ്പിലാ. ആമേൻ. കർത്താവിൻ സ്തോത്രം, തന്നെത്താനെ തുറന്നു. ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണയം, ആമേൻ സ്തോത്രം, താൻ പുറത്തു വരിക. ഇന്ന് രാത്രി, ആമേൻ സ്തോത്രം, ഒരു കോമണി എസ്റ്റാബ്ലിഷ് ആക്കിയാട്ടെ. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു, ആമേൻ, കാൽവരിയിലെ ഗെത്സമനയിലെ പ്രാർത്ഥനയാണ് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചതല്ലേ. ആ വാക്യത്തിനകത്തേക്ക് മടങ്ങി വന്ന് നിർത്തിയേക്കാം. കർത്താവിന് സ്തോത്രം. എന്താ പ്രാർത്ഥിച്ചേ? ആമേൻ സ്തോത്രം. 22 ലൂക്കായുടെ സുവിശേഷം 22 കർത്താവിന് സ്തോത്രം. 42 മുതൽ വായിച്ചിട്ടത്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഒരു ട്രൂ പ്രയർ സ്വർഗത്തിലേക്ക് ഉയരണം. വചനം പറയുക, അടുത്ത വാക്യത്തിനകത്ത് പറയുക, അവനെ ശക്തിപ്പെടുത്തുവാൻ. ഒരു ട്രൂ പ്രയർ അങ്ങോട്ട് പോയതും ഒരു ദൂതൻ അവിടെ നിന്ന് ഇറങ്ങി വരിക. ആമേൻ. അവന് പ്രത്യക്ഷനായി. വചനം പറയുക, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് തുള്ളി നിരത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്ക ചെന്നു. അവർ വിഷാദത്തിൽ ഉറങ്ങുന്നത് കണ്ടു. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ നിലനിർത്തുന്നത്
ആമേൻ സ്തോത്രം, ദൈവസന്നിധിയിലെ കോവണിയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കോവണിക്കകത്ത്, നിന്റെ കഷ്ടതയ്ക്കകത്തും ആമേൻ സ്തോത്രം, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്റെ പ്രതിസന്ധിക്കകത്ത് ചോര പോലെ വിയർപ്പ് പൊളിയുമ്പോൾ നീ വിചാരിച്ചത് നീ ഒറ്റപ്പെട്ടെന്നല്ലേ? അല്ലേ? സത്യം പറയാം, അല്ലേ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ പൊടിഞ്ഞു പോകാതിരുന്നത്, നമ്മുടെ ഹൃദയം തകർന്ന് തരിപ്പണമായി പോകാതിരുന്നത്, ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ പിടിച്ചു നിന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്നാ, അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് കേട്ടില്ലല്ലോ, ആ പാനപാത്രം മാറിപ്പോയില്ലല്ലോ, അല്ലേ? പ്രിയ ദൈവപൈതലേ, ഇന്ന് രാത്രി നീ സന്തോഷമായിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നില്ലേ? വലിയ പ്രശ്നത്തിൻ്റെ മുന്നിൽ നീ കരഞ്ഞ വിഷയത്തിന് ഒരു പക്ഷേ അതുപോലെ മറുപടി നീ കണ്ടില്ലായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നീ ആരോഗ്യത്തോടെ തകർന്നു പോകാതെ, നശിച്ചു പോകാതെ, ആമേൻ, ഇതിൻ്റെ അകത്ത് സമാധാനത്തോടെ ഇന്ന് രാത്രി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഒരു ട്രൂ പ്രാർത്ഥന കോവണിയിലൂടെ അങ്ങോട്ട് കയറിയപ്പോൾ ഒരു ദൂതൻ നിന്നെ താങ്ങിയത് കൊണ്ടാ. ശരിയാ. വിയർപ്പുതുള്ളി രക്തം പോലെ, രക്തമാ വിയർപ്പുതുള്ളിയായിട്ട് പുറത്തു പോയത്, സത്യമാ. പക്ഷെ തകർന്നു പോകാതിരുന്നത് നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇറങ്ങിയ ദൂതനാ. ഇന്ന് രാത്രിയിലും ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയ. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ചു. ആരെയും നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൂതൻ ഇറങ്ങുകയാ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാട്ടെ സഹോദര, നീ തകരത്തില്ല. നിന്റെ ഹൃദയത്തിൻ്റെ വേദന, നിന്റെ ചങ്ക് പൊട്ടി, നിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പോലെ വിയർപ്പ് തുള്ളി താഴെ വീഴുന്നുണ്ട്. ആമേൻ. എങ്കിലും നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ട്രൂ പ്രാർത്ഥനയാ. കർത്താവേ, നിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ നിന്നെ ചുറ്റിപ്പിടിക്കുകയാ. ഇന്ന് രാത്രി നീ പൊടിഞ്ഞു പോകത്തില്ല. നിന്നെ നിലനിർത്തും. ഈ ക്രൂശ് ആരെയും നോക്കിയിരിക്കല്ല പ്ലീസ്. ഈ ക്രൂശ് കർത്താവിന് സ്തോത്രം ഒന്നിൻ്റെയും അവസാനമല്ല. ഈ ക്രൂശ് ഒന്നിൻ്റെയും അവസാനമല്ല. പ്രിയ ദൈവ പൈതലേ, നീ ഇന്ന് എന്തിനാ കരയുന്നേ? നിന്നെ താങ്ങുന്നൊരു ദൂതൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ. ഇത് നിന്റെ അപ്പൻ്റെ ഇഷ്ടമായിരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പൻ്റെ ഇഷ്ടമായിരിക്കും. എന്നെ യേശു പറയുകയാ, കഴിയുമെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ, അവൻ ഈ പാനപാത്രം നീക്കണമേ. കർത്താവിന് സ്തോത്രം. മോനെ ആമേൻ. നിന്റെ പ്രാർത്ഥന ജെനുവിനാ. ലോകാരംഭം മുതലേ ഞാൻ കരുതിയ ആമേൻ സ്തോത്രം, ഞാൻ മെനഞ്ഞ ഒരു പദ്ധതിയുടെ നടുക്കാ നീ. ഇന്ന് രാത്രി നീ പ്രാണവേദനയിലൂടെ പോകുമ്പോൾ, ആമേൻ, ഞാൻ നിന്നെ കൈവിട്ടത് കൊണ്ടല്ല, പിന്നെയോ നീ ചിലത് പൂർത്തിയാക്കുക എനിക്ക് വേണ്ടി. യു ആർ ഫുൾഫില്ലിംഗ് സംതിങ് ഫോർ ദി ഗ്ലോറി ഓഫ് ഗാഡ്. പത്രോസേ, ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഇന്ന് രാത്രി നീ തിരികെ വരും. അതുവരെ ഈ കാരാഗ്രഹത്തിൻ്റെ അകത്ത്, ചങ്ങലയ്ക്കകത്ത് ഒരു പക്ഷെ നീ ബന്ധിക്കപ്പെട്ട് കിടക്കും. നീ ചുറ്റും നോക്കുമ്പോൾ ആമേൻ പാറാവുകാരുണ്ട്, ചങ്ങലകളുണ്ട്, രക്ഷപ്പെടാൻ മാർഗമില്ല, ഇരുമ്പിൻ്റെ വാതിലുകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ ജെനുവിൻ പ്രയർ, സഭയുടെ ശ്രദ്ധ വെച്ച പ്രാർത്ഥന, ഒരു കോവണി, ആമേൻ ആമേൻ, ഒരു കോവണി സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അതിൻ്റെ അകത്ത് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൂതൻ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ അകത്ത് നിന്നെ നിലനിർത്തുന്ന ഒരു ദൂതൻ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ആ കർത്താവിനോട് പറയാമോ? ദൈവമേ, എൻ്റെ ഇഷ്ടമല്ലപ്പാ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ പറയുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലത് ഇന്ന് രാത്രി ദൂതൻ്റെ എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാ. കർത്താവേ, എനിക്കറിയാം നിന്നെ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത, ആമേൻ, എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ദൈവം. അപ്പാ, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, നീ നിർത്തിയതാ.
ഞങ്ങൾ പോകാതിരുന്നത് ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, നീ നിർത്തിയതാ. ആമേൻ. പലപ്പോഴും ഹോസ്പിറ്റലിനകത്ത് ഞങ്ങൾ കയറി ഇറങ്ങി, ആമേൻ, ഞങ്ങളെ നിലനിർത്തിയതാ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഞങ്ങൾ ഒന്നും കണ്ടില്ല. കർത്താവേ, വിയർപ്പ് തുള്ളികൾ രക്തം പോലെ പൊടിഞ്ഞ് താഴെ വീണപ്പോൾ ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൂരെയാണെന്ന, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും കേട്ടില്ലെന്നാ. അപ്പാ, നീ അറിയാതെ, ഞങ്ങൾ അറിയാതെ നീ അയച്ച നിന്റെ ദൂതൻ ഞങ്ങൾ നിർത്തിയത് കൊണ്ടാ. കർത്താവേ, ഇന്ന് രാത്രി ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പുതപ്പ് ഇതിൻ്റെ അകത്ത് വീഴട്ടെ, ഭയങ്കര ഒരു കോവണി ഇതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ആകട്ടെ. ഇത് ദൈവ സാന്നിധ്യമുള്ള ഭവനമാ. ഈ ചർച്ച ദൈവ സാന്നിധ്യമുള്ള ചർച്ച. ആമേൻ. ഞങ്ങളുടെ ഭവനം ദൈവ സാന്നിധ്യമുള്ള ഭവനമാ. ഞങ്ങളുടെ ബന്ധം ദൈവ സാന്നിധ്യത്തിൻ്റെ ബന്ധമാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ ചില ദൂതന്മാർ ഇറങ്ങുകയാ. എത്ര പേര് ഇതിനകത്ത്, കണ്ണുകളൊന്നും തുറക്കണ്ട, എത്ര പേര് ഇതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ വിഷയത്തിന് ഒരു മറുപടിയും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, കൈ ഉയർത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൈ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇരുകരങ്ങളും അവൻ യാചനാ രൂപത്തിലൊന്ന് പിടിച്ചാട്ടെ. എൻ്റെ പ്രശ്നത്തിന് ഞാനൊന്നും കാണുന്നില്ല. ആമേൻ. ഞാൻ നോക്കുമ്പോൾ ഇരുമ്പിൻ്റെ വാതിൽ. ആമേൻ. സ്തോത്രം. സൊല്യൂഷൻ ഉള്ളവരെ പിടിക്കണ്ട, സൊല്യൂഷൻ ഇല്ലെന്ന് പറയുന്നവരൊന്ന് പിടിച്ചാട്ടെ. ഓ, ഇന്ന് രാത്രി ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. Amen. A mighty angel of God is encamped. Amen. Amen. ദൈവത്തെ ഭയപ്പെടുന്നവന് വേണ്ടി സങ്കീർത്തനം 34:7 പറയുന്നത് പോലെ യഹോവയെ ഭയപ്പെടുന്നവന്റെ ചുറ്റും ഒരു heavenly angel army encamped upon them. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. നിന്റെ മുമ്പിൽ ദൂതൻ ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. നിന്റെ വിഷയത്തിന്റെ വലുപ്പം ദൈവത്തോട്, ആമേൻ, സ്തോത്രം, വർണ്ണിക്കണ്ട. നിന്റെ ദൈവത്തിന്റെ വലുപ്പം നീ പറയാൻ മറന്നു പോകരുത്. ഒരു കോവണി ഉണ്ടാക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു, അത്രയും പേര് ദൈവത്തിന്റെ മഹത്വം വിളിച്ചു പറയണം. എൻ്റെ ദൈവം എനിക്ക് മതിയായവനാ. കർത്താവേ, 2015 ആമേൻ, ഒരു ഹോസ്പിറ്റലിന്റെ ബെഡിന്റെ അകത്ത് ഞാൻ തീർന്നു പോകേണ്ടതായിരുന്നു. എൻ്റെ ശവമടക്ക് കഴിയേണ്ടതായിരുന്നു. എൻ്റെ ശവമടക്കിന് വിളിക്കേണ്ട അവൻ ദൈവദാസന്മാരുടെ പട്ടിക ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, നിന്റെ വലക്കര നീട്ടി എന്നെ പുറത്തു കൊണ്ടുവന്നില്ലേ. ആമേൻ. കർത്താവിന് സ്തോത്രം. എല്ലാവരും കൈവിട്ട് പോയപ്പോൾ അന്യനായി, ആമേൻ, സ്തോത്രം, ഞാൻ അന്യനായി, ഞാൻ തള്ളപ്പെട്ടു, എനിക്കാരുമില്ല എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞില്ലേ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവമേ, നീ എന്നെ നിർത്തിയതാ. എസെക്കിയ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥനാ വിഷയം ചുരുങ്ങട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. 5:4, 5:1, 5:1, 5 കാര്യത്തിനകത്ത്, ആമേൻ, ഒരു പാരി പ്രാർത്ഥനയും 4 കാര്യം ദൈവത്തിൻ്റെ മഹത്വവും. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. എത്ര പേര് നിന്റെ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുക? ആമേൻ. കോയർ, കം ഫോർവേഡ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അസാന്നിധ്യം കളയല്ലേ, അസാന്നിധ്യം കളയല്ലേ. ആമേൻ. അസാന്നിധ്യം കളയല്ലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചെറുത് ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. കൊയർ പാട്ട് പാടുമ്പോൾ, സ്തോത്രക്കാഴ്ച ഇടുമ്പോൾ, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം മറുപടി നൽകും. നിന്റെ മുമ്പിൽ ഇരുമ്പ് വാതിൽ തുറക്കും. പ്രിയമുള്ളവരെ, ഇത് കേട്ട് കളയല്ല, ഇത് കേട്ട് കളയല്ല. ഇത് കളയാനുള്ള വചനമല്ല. ആമേൻ. ആമേൻ. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആമേൻ പറഞ്ഞ് മുഴുവനും എടുത്തോണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കും. വിദൂരങ്ങളിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഇന്ന് ദൂതൻ ഇറങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നു?